السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. سيد شباب أهل الجنة ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ സ്വർഗത്തിലെ യുവാക്കന്മാരുടെ നേതാക്കന്മാരാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അതിദാരുണമായിട്ടാണ് ഷഹീദാക്കിയിട്ടുള്ളത്. ശിരസിൽ നിന്നും ഉടൽ വേർപെടുത്തിയായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് ഷഹീദായത്. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ വിഷം കൊടുത്തായിരുന്നു അവിടുന്നും ഷഹീദായത്. അതിനാൽ നാം അവരുടെ പാത നാം പിൻപറ്റുക. ഷാബുൻ ഷാഫി ഇബാദത്തില്ലാഹി തആല, യുവത്വത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചവന് നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ അർശിൻ്റെ തണലുണ്ട് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം യുവത്വത്തെ അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ചെലവഴിക്കുക. അങ്ങനെ നാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ചെലവഴിക്കുകയും ഉമാറ ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈന, എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും 60-ൻ്റെയും 70-ൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളുവെന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ തുച്ഛമായ പ്രായത്തിലാണ് നാം നിസ്കരിക്കുന്നത്, നോമ്പെടുക്കുന്നത്, ദാനധർമ്മങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഒരു മനുഷ്യന് മരണപ്പെടുമ്പോൾ വയബുക്ക അമലു, അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ മാത്രമേ അവനിൽ അവശേഷിക്കുകയുള്ളൂ എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ടും ഇബാദത്തുകൾ കൊണ്ടും മുന്നേറുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ.